പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അത്ഭുതകരമായ ഒരു ദിക്റുണ്ട്. ആ ദിക്റ് നമ്മൾ ദുആ ചെയ്യുന്നതിന്റെ മുമ്പ് 3 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ ഇജാബത്ത് നൽകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ അത്ഭുതകരമായ ദിക്റ്? ആ ദിക്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു നമ്മളുടെ ദുആക്ക് ഇജാബത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي اللهم اقضِ حاجاتنا يا قاضي الحاجات اللهم ادفع بلياتنا يا دافع البليات. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പ്രവർത്തനങ്ങൾ മുഴുവനും കബൂൽ ചെയ്യുമാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി നമ്മളെ മജ്ലിസ് കാണുന്ന കരളിന്റെ കഷ്ണങ്ങളായ മുത്ത് മുഅ്മിനീങ്ങൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇൻഷാ അല്ലാഹ് ബെൽ ഐക്കൺ അമർത്താനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്ന് ഉണർത്തുകയാണ്. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാ ദിവസവും ഉച്ചക്ക് 1 മണിക്ക് നമ്മളെ ചാനലിൽ നമ്മളെ മജ്ലിസ് ഉണ്ടാകും. കഴിയുന്ന ആളുകളൊക്കെ എന്നും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് വളരെ വിനീതമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, അത്ഭുതകരമായ ഒരു ദിക്റുണ്ട്. അത്ഭുതകരമായ വളരെയേറെ മൂല്യമേറിയ പവറുള്ള ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം നമ്മൾ പ്രാർത്ഥിക്കുന്നതിന്റെ മുമ്പ് 3 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് നൽകുമെന്ന് മഹത്തുക്കൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകളാണ്. പ്രാർത്ഥനക്ക് ഉത്തരം ലഭിക്കണമെന്ന നിലക്കാണ് നമ്മളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങളെ ഉയർത്താറുള്ളത്. തഹജ്ജുദ് നിസ്കരിക്കുമ്പോ അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ളുഹ നിസ്കരിക്കുമ്പോ അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. വിത്ർ നിസ്കാരത്തിന്റെ ശേഷം അല്ലാഹുവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ആ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 3 ദിക്ർ പ്രത്യേകം നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ പ്രാർത്ഥനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്പെഷ്യലായി ഉത്തരം നൽകുമെന്ന് മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, ആദ്യം ആ ദിക്ർ ഏതാണെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഒരുപാട് ആളുകൾ, തിരക്കുള്ള ആളുകളുണ്ടാകും, മക്കളുടെ കാര്യം ശ്രദ്ധിക്കേണ്ട ആളുകളുണ്ടാകും, ജോലിക്ക് പോകേണ്ട ആളുകളുണ്ടാകും. അതുകൊണ്ട് അവരെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ ആ ദിക്റിന്റെ മഹത്വം പറയുന്നതിന്റെ മുമ്പ്, ആ ദിക്ർ കൊണ്ട് നമ്മൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിന്റെ മുമ്പ് ആ ദിക്ർ ഏതാണെന്ന് ഞാൻ പറയാൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധിച്ചു കേൾക്കുക. കഴിയുന്ന ആളുകളൊക്കെ സ്ക്രീനിലേക്ക് നോക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ അലാ ദീനിൽ ഇസ്ലാം. പല ആളുകൾക്കും ഇത് കാണാതറിയാം. ചില ആളുകളൊക്കെ ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാകും, ഇതാപ്പോ വലിയ അത്ഭുതമായി ഉസ്താദിന് പറയാനുള്ളത് എന്ന്. ഇത് അത്ഭുതമാണ്, ഇത് മഹത്വമുള്ളതാണ്, ഇത് മൂല്യമുള്ളതാണ്, ഇത് പവറുള്ളതാണ്. ഉമ്മമാരെ, അസ്മാഉൽ ഹുസ്ന ചെല്ലുന്നവർ ഇത് കേട്ടിട്ടുണ്ടാകും അല്ലെ? അസ്മാഉൽ ഹുസ്നയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് യാദൽ ജലാലി വൽ ഇക്റാം. ഹദ്ദാദ് ഓതുമ്പോ നമ്മൾ ഈ ദിക്ർ ചെല്ലാറുണ്ട്. യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ അലാ ദീനിൽ ഇസ്ലാം. ഹദ്ദാദ് ഉണ്ടാക്കിയ ഇമാം എന്തുകൊണ്ടാണ് ഈ ദിക്റിനെ ഈ ഹദ്ദാദിൽ ആഡ് ചെയ്യാനുള്ള കാരണം എന്നറിയോ? അത്രയും പവർ ഉള്ളതാണ് ഈ ദിക്ർ എന്നുള്ളത് കൊണ്ടാണ്. ഈ ദിക്റിന്റെ ശേഷമാണല്ലോ നമ്മൾ ഫാത്തിഹ ഓതിയിട്ട് ദുആ ചെയ്യുന്നത്. നമ്മളെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുമെന്നാണ് മഹാന്മാര് നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന്റെ, ഈ മന്ത്രത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ ദിക്ർ നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് 3 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് അല്ലാഹുവിനോട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് പോലെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രത്യേകം നമ്മൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഈ ദിക്റിന്റെ മഹത്വം എന്താണ്? ഈ ദിക്റിനെ കുറിച്ച് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് നമ്മൾക്ക് പഠിക്കണ്ടേ? അത് പഠിക്കുമ്പോഴല്ലേ നമ്മളത് ചെല്ലുമ്പോൾ അതിന്റെ പവർ കൂടുള്ളൂ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ഒരു ഹദീസ് ഉണ്ട്, അലില്ലു യാദൽ ജലാലി വൽ ഇക്റാം
ഇക്റാം. നിങ്ങൾ യാദൽ ജലാലി വൽ ഇക്റാം എന്ന അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഈ ഇസ്മ നിർബന്ധമാക്കണേ, ജീവിതത്തിൽ നിർബന്ധമാക്കണേ. അക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണേ. റസൂലുള്ള ഒരു കാര്യം നമ്മളോട് അധികരിക്കാൻ പറയണമെങ്കിൽ, ജീവിതത്തിൽ നിർബന്ധമാക്കണമെന്ന് പറയണമെങ്കിൽ ഈ ദിക്റിന്റെ പവർ എത്രയാണ്, ഈ ദിക്റിന് എന്തോ ഒരു മഹത്വമുണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാകുന്നത്. അപ്പൊ ഈ ദിക്ർ ചില്ലറയല്ല, അത്ഭുതമാണ്, വല്ലാത്ത അത്ഭുതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ തങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് ഉണ്ട്. അന്നഹു സമീഅ റജുലൻ, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നത് കണ്ടു. ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നത് അല്ലാഹുവിന്റെ റസൂൽ കേൾക്കുകയാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നുണ്ട്, പ്രാർത്ഥനയുടെ മുമ്പ് യാദൽ ജലാലി വൽ ഇക്റാം. ഒരു ചെറുപ്പക്കാരൻ ദുആ ചെയ്യുന്നത് റസൂലുള്ള കേൾക്കാണ്. ആ ചെറുപ്പക്കാരൻ പ്രാർത്ഥനയുടെ മുമ്പ് യാദൽ ജലാലി വൽ ഇക്റാം എന്ന് പറയുന്നുണ്ട്. ഈ ചെറുപ്പക്കാരനോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖദ് ഉസ്തജീബ ലക, അല്ലാഹു തീർച്ചയായും നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അതുകൊണ്ട് ഫസ്അൽ, നീ ചോദിക്കോ, അല്ലാഹുവിനോട് ചോദിച്ചോ എന്ന് റസൂലുള്ള പറയാണ്. എന്തേ ദുആക്ക് ഇജാബത്ത് നൽകുമെന്ന് പറയാനുള്ള കാരണം, അല്ലാഹു ഉത്തരം നൽകുമെന്ന് പറയാനുള്ള കാരണം, പ്രാർത്ഥനയുടെ മുമ്പ് യാദൽ ജലാലി വൽ ഇക്റാം എന്ന് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. അല്ലാഹു ഇത് ചെല്ലുന്നവർക്കൊക്കെ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. മഹാനരായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രമുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ജിന്നുകൾ സേവനം ചെയ്തിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാം തന്റെ ജിന്നുകളോട് പറഞ്ഞു, ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം എന്റെ അടുത്തേക്ക് കൊണ്ടുവരണമെന്ന്. അപ്പോൾ ഒരു ജിന്ന് പറഞ്ഞു, ഞാനത് കൊണ്ടുവരാം, നിങ്ങൾ കണ്ണ് തുറക്കുന്നതിന്റെ മുമ്പ്, കണ്ണ് ചെമ്മി കണ്ണ് തുറക്കുന്നതിന്റെ മുമ്പ് ഞാൻ ആ കൊട്ടാരം നിങ്ങളുടെ അടുത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഒരു ജിന്ന് ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് പറയുകയാണ്. ആ ജിന്ന് ഈ കൊട്ടാരം കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹുവിനോട് ചൊല്ലിയ ദിക്ർ ഏതാണെന്നറിയോ? യാദൽ ജലാലി വൽ ഇക്റാം. യാദൽ ജലാലി വൽ ഇക്റാം. അതിന്റെ പവർ കൊണ്ട് ബൽക്കീസ് രാജ്ഞിയുടെ കൊട്ടാരം സുലൈമാൻ നബി അലൈഹി സ്വലാം കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുമ്പിലേക്ക് കൊണ്ടുവന്നു എന്നാ പറയുന്നത്. അത് കൊണ്ടുവരാനുള്ള ശക്തിക്ക് വേണ്ടി ആ ജിന്ന് ചൊല്ലിയ ദിക്റാണ്, മന്ത്രമാണ് യാദൽ ജലാലി വൽ ഇക്റാം. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതിന്റെ പവർ എത്രയാണ്, ഇതിന്റെ മഹത്വം എത്രയാണ്, ഇതിന്റെ സ്ഥാനം എത്രയാണ്. മഹാന്മാര് പറയുന്നുണ്ട്, മൻ ദാവമ അലൈഹി ഹാബഹു കുല്ലു മൻ റആഹു എന്നാ പറയുന്നത്. ഇത് ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാളെയും പേടിക്കേണ്ടതില്ല. നമ്മളെ തകർക്കാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരൊക്കെ ഓടിപ്പോകുമെന്നാ പറയുന്നത്. നമ്മളെ തകർക്കാൻ ഒരാൾക്കും കഴിയില്ല, സിഹ്ർ ചെയ്ത് തകർക്കാൻ കഴിയില്ല, കണ്ണേർ കൊണ്ട് തകർക്കാൻ കഴിയില്ല, പ്രാക്ക് കൊണ്ട് തകർക്കാൻ കഴിയില്ല, ഒരു ശക്തിക്കും നമ്മളെ തകർക്കാൻ കഴിയില്ലെന്ന് മഹാന്മാര് രേഖപ്പെടുത്തുന്നുണ്ട്. മറ്റൊരു സ്ഥലത്ത് മഹാന്മാര് പറയുന്നു, മൻ ദാവമ അലാ ദിക്രിഹി റസഖഹുല്ലാഹു മിൻ ഗൈരി മശഖത്തിൻ. ഈ ദിക്ർ ഒരാൾ പതിവാക്കി കഴിഞ്ഞാൽ പ്രയാസങ്ങളില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് അവനിക്ക് കൊടുക്കും. ചില ആളുകളുണ്ടല്ലോ, പ്രയാസപ്പെട്ട് പിന്നെയും പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് ജോലി നേടുന്ന ആളുകൾ, അതുപോലെ തന്നെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കുടുംബം പോറ്റുന്ന ആളുകളുണ്ടല്ലോ. അങ്ങനെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ ഈ ദിക്ർ പതിവാക്കി കഴിഞ്ഞാൽ അള്ളാഹു ദുനിയാവ് കോരിച്ചൊരിഞ്ഞു നൽകുമെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാന്മാര് മറ്റൊരു സ്ഥലത്ത് ഇതിന്റെ മഹത്വം പറയുന്നുണ്ട്. മങ്കാന യർജു അംറൻ, ഒരാൾക്കൊരു കാര്യം നേടാനുണ്ട്, ഒരു കാര്യം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട്, അത് നിറവേറാൻ, അത് ലഭിക്കാൻ അവൻ എന്താണ് ചെയ്യേണ്ടത്? ഖറഅഹു സബ്അമിഅത മറത്തൻ, 700 പ്രാവശ്യം അവൻ ചൊല്ലുക. എന്നാൽ ഫല്ലാഹു യുഅതീഹി മാ തലബ, അവൻ ആഗ്രഹിച്ചത്, അവൻ തേടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് കൊടുക്കും. ഒരാൾക്കൊരു കാര്യം നേടാനുണ്ടെങ്കിൽ 700 പ്രാവശ്യം യാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന് ചൊല്ലിയാൽ അവൻ ആഗ്രഹിച്ചത്, അവൻ തേടിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് മഹത്വങ്ങൾ ഈ ദിക്റിനെ കുറിച്ച് മഹാന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ പ്രത്യേകം മഹാന്മാർ പറയുന്നു, യാദൽ ജലാലി വൽ ഇക്റാം എന്നതിന്റെ കൂടെ നമ്മൾ ഹദ്ദാദിൽ ചെല്ലുന്നത് പോലെ മിത്ന അലാ ദീനിൽ ഇസ്ലാം. അപ്പൊ എങ്ങനെയാണ്? യാദൽ ജലാലി വൽ ഇക്റാം മിത്ന അലാ ദീനിൽ ഇസ്ലാം. നല്ല മരണം എന്നാണ് മിത്ന അലാ ദീനിൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ. ദീനിൽ ഇസ്ലാമിലായി മുസ്ലിമായി മരിപ്പിക്കണേ എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ
അങ്ങനെ മഹാന്മാരൊക്കെ ദുആ ചെയ്തിട്ടുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ ഖൈർ നൽകട്ടെ, സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. എല്ലാവരും ഒരു 11 പ്രാവശ്യം ചൊല്ലിക്കാണിം. യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ അലാ ദീനിൽ ഇസ്ലാം, 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 യാദൽ ജലാലി വൽ ഇക്റാം മിത്നാ അലാ ദീനിൽ ഇസ്ലാം. അല്ലാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്നവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി കൊടുക്കണേ അല്ലാഹ്, എല്ലാ പ്രയാസങ്ങളും അകറ്റി കൊടുക്കണേ അല്ലാഹ്. കടങ്ങളുള്ള ആളുകൾ, വീടില്ലാത്ത ആളുകൾ, ജപ്തി നോട്ടീസ് വന്ന ആളുകളുണ്ട്, ജോലിയില്ലാത്ത ആളുകൾ, എല്ലാ പ്രയാസവും അകറ്റി കൊടുക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. വിവാഹപ്രായമെത്തിയവർക്ക് അനുയോജ്യമായ ഇണകളെ നൽകണേ അല്ലാഹ്. മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. യാത്രകളിലെ അപകടങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഭാര്യ, മക്കള്, കുടുംബക്കാര്, വല്ലുപ്പ വല്ലുമ്മമാര്, ഞങ്ങളെ സ്നേഹിച്ചവര്, സഹായിച്ചവര്, കൂട്ടുകാര്, ഞങ്ങളെ ജ്യേഷ്ഠന്മാര്, അവരുടെ ഭാര്യ, മക്കള്, കുടുംബക്കാര്, അയൽവാസികള്, മുഅ്മിനീങ്ങള്, ഭക്ഷണം തന്നവര് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഈമാനും തഖ്വയും സാമ്പത്തികമായ അഭിവൃദ്ധിയും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. ദുനിയാവിലും ആഖിറത്തിലും വിജയം നൽകണേ അല്ലാഹ്. പൈശാചികമായ ശർറുകളെ തൊട്ടുകാക്കണേ അല്ലാഹ്. എല്ലാ നിലക്കും അനുഗ്രഹം നൽകണേ റഹ്മാനെ. അപകടങ്ങളെ തൊട്ടുകാത്തോളണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടുകാക്കണേ അല്ലാഹ്. മരണപ്പെട്ടവർക്കും ഞങ്ങൾക്കും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ പ്രാർത്ഥന സ്വീകരിക്കണേ റബ്ബേ. ഞങ്ങളെ മജ്ലിസ് ഖബൂൽ ചെയ്യണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.